ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായ ഒരു കിഴങ്ങ് കറിയാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ചപ്പാത്തിയോ അപ്പം ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ ഒരു പാൻ എടുക്കുക. അതിൽ ഒരു സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂൺ അതിൽ കടുക് ഇട്ട് കടുക് പൊട്ടി കഴിഞ്ഞ് നമ്മൾ ഒരു 2 ഇല കറുവപ്പട്ടൻ്റെ ഇടാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്നു ഒരു സ്പൂണ് ചെറുതായിട്ട് കണ്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കണ്ടിച്ച് ഇടാം. ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റ് നല്ലപോലെ ഇത് ഫ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ ഇതിലിടാൻ പോകുന്നു കുറച്ച് വേപ്പില നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ ഇട്ട് ഒരു അര സ്പൂണ് കായംപൊടി ഇട്ട് കഴിഞ്ഞ് അതും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇടാൻ പോകുന്നത് നമ്മൾ ഒരു മീഡിയം സൈസ് സവോള നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് അത് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യണം. ഇത് നല്ല കളർ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പം നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നോക്ക്, സവോള മൊത്തം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇടണം. മസാലയിൽ ഏറ്റവും ആദ്യം ഞാൻ ഇടാൻ പോകുന്നത് മഞ്ഞളാണ്. അപ്പോൾ ഞാൻ ഈ ഫ്രഷ് മഞ്ഞളാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. ഒരു പ്രാവശ്യം നല്ലപോലെ ഇത് മിക്സ് ആക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ ഇടുന്ന നമ്മുടെ മുളകും മല്ലിയുമാണ്. അപ്പോൾ ഒരു സ്പൂണ് മുളക് പൊടി, അര സ്പൂണ് മല്ലിപ്പൊടി. ഇത് നല്ലപോലെ ഫ്രൈ ചെയ്യാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം ഫ്രൈ ചെയ്യാവുള്ളൂ. ഒരു മിനിറ്റ് നമുക്ക് ഇത് ഫ്രൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടി ഇച്ചിരി വെള്ളം ഇടാം. നമുക്ക് ഈ മസാല കഴിയാതെ ഇരിക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഇട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഇട്ടിട്ടുള്ളൂ. ഇനി നല്ലപോലെ അത് വെന്ത് നല്ല മസാല സ്മൂത്ത് ആവുന്നവരെ അത് വേവിച്ചെടുക്കാം. മസാല നല്ലപോലെ സ്മൂത്ത് ആയിട്ടുണ്ട്. കാരണം നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ, നല്ലൊരു സ്മൂത്ത് ഗ്രേവി പോലെ ആയിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ചിട്ടാണ് ചെയ്തത്, അപ്പോൾ നല്ലപോലെ സ്മൂത്ത് ആവുന്നു. ഇനി ഒരു മീഡിയം സൈസ് ടൊമാറ്റോ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇടുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു മിക്സിയിലിട്ട് അടിച്ചിട്ടും എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറുതായിട്ട് പ്യൂരി ഉണ്ടാക്കിയിട്ടും ഇടുവാണെങ്കിൽ കുഴപ്പമില്ല, അത് ഫാസ്റ്റ് ആവും. ഇനി ടൊമാറ്റോ നല്ലപോലെ വേകുന്നവരെ അത് ഇച്ചിരി നേരം മൂടി വെക്കാം. ഇനി ഞാൻ ഒരു 3 ബോയിൽഡ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഈ കിഴങ്ങ് നല്ലപോലെ വെന്ത് വെച്ച് നമ്മളൊരു മാഷർ എടുത്തിട്ട് ഒരു ചെറുതായിട്ടിട്ട് മാഷ് ചെയ്ത് വെക്കാം. ഒത്തിരി മാഷ് ചെയ്യേണ്ട, അത് ചെറുതായിട്ട് ജസ്റ്റ് അത് പൊട്ടി പോകുന്ന രീതിയിൽ മാഷ് ചെയ്ത് വെച്ചേക്കാം. വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്യാം കേട്ടോ. ഇത് ചൂടായി കാരണമാണ് ഞാൻ മാഷർ യൂസ് ചെയ്തത്. അപ്പോൾ ചെറുതായിട്ട് മാഷ് ചെയ്ത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ തക്കാളി വെന്തിട്ടുണ്ടോ ഇല്ലേ. നല്ലപോലെ ഓയിൽ വന്നിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് മസാല ഇച്ചിരി സോഫ്റ്റാക്കി സ്മൂത്താക്കി എടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. സ്പൂണ് വെച്ച് ജസ്റ്റ് നമ്മളൊന്ന് ഉടച്ചെടുക്കാം. ഇനി നമ്മൾ പൊട്ടാറ്റോ മാഷ് ചെയ്ത് വെച്ചില്ലേ, ആ പൊട്ടാറ്റോ ഇതിൽ ഇടാം. ഇട്ട് നല്ലപോലെ മിക്സ് ആക്കാം. ഇതിപ്പോൾ ഒരു ഡ്രൈ കറിൻ്റെ ഒരു ലുക്കാണ്. ഇപ്പോൾ ഇച്ചിരി നമുക്കിതിൽ ഗ്രേവി ആക്കണം. പക്ഷേ അതിൻ്റെ മുമ്പേ നമ്മൾ ഈ മസാലയിൽ ഇച്ചിരി നേരം നമ്മുടെ കിഴങ്ങ് വേകണം. അപ്പോൾ ഒരു 2 മിനിറ്റ് മാത്രം നമ്മൾ മൂടി വെച്ചിട്ട് അത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിൽ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിക്കാൻ പോവുക. നമുക്ക് എത്ര ചാറ് വേണം, ഏത് രീതിയിൽ ചാറ് വേണം, അങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുക. അപ്പോൾ ഞാൻ ഇച്ചിരി കട്ടിയായിട്ട് തന്നെ വെക്കുകയാണെന്നാണ് 1 കപ്പ് വെള്ളം മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ വെള്ളം ഇടാൻ ആവശ്യമില്ല. ഇച്ചിരി കൂടി ചാറ് വേണമെങ്കിൽ ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇത് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അര സ്പൂണ് ഗരം മസാല ഇടാം. നല്ലപോലെ മിക്സ് ആക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് മാത്രം ഒന്ന് മൂടി വേവിക്കാം. അപ്പോൾ ആ ഗരം മസാലേൻ്റെയും അതിൻ്റെ എല്ലാം ടേസ്റ്റ് അതിൽ നല്ലപോലെ വരും. അപ്പോൾ അതേ അടിപൊളി ഒരു കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് നമുക്ക് ചപ്പാത്തിയാണോ പൊറോട്ടയാണോ അല്ലെങ്കിൽ ഇടിയപ്പമോ അപ്പം എന്തിൻ്റെ വീടും കൂടെ കഴിക്കാൻ പറ്റും. നല്ല ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റാണ്. ഷുവറായിട്ട് നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം.
റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലീൻ്റെ കൂടെ ഷെയർ ചെയ്യണം. പ്ലീസ് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണം ഈ റെസിപ്പി എങ്ങനെയുണ്ട്. അപ്പോൾ പ്ലീസ് ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്ക്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഒരു കിഴങ്ങ് കറീന് വ്യത്യാസമായിട്ട് ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഷുവർലി നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം.